ഈ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ എങ്ങനെയാണ് ഷൈന? പല സബ്ജക്റ്റുകളും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് നമ്മുടെ ഒരു വിജയം അല്ലെ വിജയപരാജയം വിജയപരാജയങ്ങൾ നോക്കിയിട്ടല്ല പടങ്ങള്, അത് നോക്കുന്നേ ഇല്ല നമ്മൾ പടം ചെയ്യാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന സമയത്ത്. പുതിയതായിട്ട് എന്തെങ്കിലും പുതിയ രീതിയിൽ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ആംബിയൻസിലാണോ പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടർ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വന്ന് പറയുന്ന ആളുകളുടെ പ്രത്യേകതകൾ, നമ്മുടെ ബന്ധമുള്ള ആളുകൾ, നമുക്ക് താല്പര്യമുള്ള ആളുകൾ, അങ്ങനെയൊക്കെയാണ് പടങ്ങൾ ചൂസ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഭയങ്കര കീർത്തും മുറിച്ച് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അങ്ങനെയൊന്നും അല്ല. സബ്ജക്ട് മൊത്തം വായിക്കാറുണ്ടോ? വായിക്കാറില്ല സ്ക്രിപ്റ്റ്. നമ്മൾ സ്ക്രിപ്റ്റ് പരമാവധി ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. അതിൻ്റെ ഒരു ഐഡിയ, ചെറിയൊരു ഐഡിയ, ഒരു പോയിന്റ് നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഐഡിയ ആണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ആ ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കൽ കൂടി ഇരുന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അപ്ഡേഷൻസൊക്കെ അറിയും. പിന്നീട് ഏതെങ്കിലും കുറച്ച് സീക്വൻസുകളൊക്കെ നമ്മൾ വായിക്കുമെങ്കിൽ വായിക്കും, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഷൂട്ട് തുടങ്ങുന്നത് വരെ ഞാൻ വായിക്കാറില്ല. കാരണം നമ്മൾ ഒരുപാട് വായിച്ച് പഠിച്ച് ചെയ്യേണ്ട സാധനമല്ല, നാടകമല്ലല്ലോ ശരിക്കും ആക്ച്വലി ഇത്. കാരണം നമ്മൾ ഒരുപാട് വേറെ പടത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും. ആ സമയത്ത് വേറൊരു സ്ക്രിപ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരാണ്. കാരണം നമ്മൾ ചെയ്യുന്ന സംഭവം നമ്മൾ പ്രസന്റിൽ ഇരുന്നുകൊണ്ട് ചെയ്യണം. അത് ആ പ്രസന്റ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ സമയത്ത് വേറെ സ്ക്രിപ്റ്റ് വെച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ വേറെ ഷോട്ട് പോയി അഭിനയിക്കാൻ പറ്റില്ല ആക്ടേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ അതിന് സീൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന ആ സീൻ വെച്ചിട്ട് നമുക്ക് ആ സമയത്ത് വരുന്ന ആ ആംബിയൻസും അല്ലെങ്കിൽ ആ ആക്ടേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ആ സീക്വൻസുകൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ചില പരിപാടികൾ വെച്ചിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അല്ലാതെ സ്ക്രിപ്റ്റ് മുഴുവൻ പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് അറിയില്ല. അത് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. ധ്യാൻ എങ്ങനെയാണ്? ഞാൻ ഒരു ഐഡിയ നമുക്ക് ഒന്ന് സ്ട്രൈക്ക് ആവുമല്ലോ, എന്തെങ്കിലും ഒരു ഫസ്റ്റ് ഒരു വൺ ലൈൻ ആയിരിക്കുമല്ലോ. കാരണം നറേഷൻ ഒന്നും നറേഷൻ സ്വാഭാവികമായിട്ടും 1 മണിക്കൂർ 2 മണിക്കൂർ ഡീറ്റെയിൽഡ് അതായിരിക്കില്ല. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിലൂടെ അതിൻ്റെ ഒരു ക്രക്സ് ആയിരിക്കും ഒരു കഥ പറഞ്ഞിട്ട് പോവുക ഡയറക്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കഥ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാള് ഒരു സിനിമ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ്. ഞാൻ പറയും 10-15 മിനിറ്റിനുള്ളിൽ പറഞ്ഞാൽ മതി. അപ്പൊ അവര് പറയില്ല 2.5 മണിക്കൂർ ഇരുന്ന് സിനിമയെ കാണാൻ പറ്റുള്ളൂ, കഥ കേൾക്കാൻ പറ്റില്ല. കഥ നമുക്ക് മാക്സിമം 40 മിനിറ്റ് ഒക്കെ കേൾക്കാൻ പറ്റുള്ളൂ, അതിനുശേഷം നമുക്ക് പറ്റില്ല. ആ സിനിമ എന്ന രൂപം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. നമുക്ക് എത്രയും 2 മണിക്കൂർ കൊണ്ട് ഒരു സാധനം കാണിക്കാം, 3 മണിക്കൂർ കൊണ്ട് വിഷ്വലും മ്യൂസിക്കും ഒക്കെ ഇട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കഥ ഒരാൾ 2.5 മണിക്കൂർ എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഏത് നല്ല കഥയാണെങ്കിലും ബോറടി ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഈ ഐഡിയ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയ കേൾക്കും. ഐഡിയ പറയുമ്പോൾ 10-15 മിനിറ്റിനുള്ളിൽ പറയുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. ഇയാൾക്കൊരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ പറ്റാവുന്ന ഒരാളാണെന്നുള്ളത് അയാളുടെ ആ നറേഷനിലുണ്ടാവും. ചിലവർ ഷോർട്സ് വെച്ചിട്ട് പറയും, ചിലർ ഭയങ്കര ടെക്നിക്കലായിട്ട് പറയും, ചിലവർക്ക് തീരെ കഥ പറയാൻ അറിയാത്ത ആൾക്കാരുണ്ട്, കഥ പറഞ്ഞ് കുളമാക്കും. പക്ഷെ എന്നാൽ പോലും ചിലവർ അവരുടെ എന്നാൽ പോലും അവരുടെ നറേഷനിൽ അവർ പറയുന്ന ഷോർട്സിലായിക്കോട്ടെ അവർ ഒരു പരിപാടി നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളൊരു സാധനമാണ്. ബിക്കോസ് ഇതേ ജോലി ഞാൻ ചെയ്യുന്നതാണ്. ബിക്കോസ് ഞാൻ ഇതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം കൃത്യമായിട്ട് ഒരാൾ അയാൾക്ക് ആ സിനിമ ഒരു കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സിനിമ തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് ഫസ്റ്റ്. അപ്പം ഇപ്പം ഞാൻ കഴിഞ്ഞ ആയിക്കോട്ടെ കുറച്ച് കഴിഞ്ഞ സിനിമകളൊക്കെ പുതുമുഖ സംവിധായകരുടെയാണ്. അപ്പം അവരൊക്കെ 1, 2, 3 പടത്തിലൊക്കെ നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മിക്ക പിള്ളേരും ഞാൻ ചെയ്ത്. അപ്പോൾ നമുക്ക് ഇവരൊക്കെ സെറ്റിലൊക്കെ വർക്ക് കണ്ടിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു സിനിമ ചെയ്യാൻ പറ്റും, കേപ്പബിൾ ആണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജയപരാജയം നമ്മുടെ കയ്യിലല്ല. ഓടൂല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമ ഏത് ഘട്ടത്തിൽ വേണം, ഞാൻ പലപ്പോഴും പറയും, ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സിനിമ പൊളിഞ്ഞു പോവാം. ചിലപ്പോൾ നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും, ഷൂട്ട് ചെയ്ത് കുളവാക്കാം. ചിലപ്പോൾ ആവറേജ് സാധനമായിരിക്കും, ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് ഗംഭീരമാക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത സിനിമ എസൻ സ്വാമി പടം ചെയ്തു, കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകൾ, വലിയ സിനിമകളും ചെയ്തു, കുഞ്ഞു സിനിമകളും ചെയ്തു, ചേട്ടൻ്റെ സിനിമ ചെയ്തു, ഡിജോയുടെ സിനിമ ചെയ്തു. ഓരോ ആൾക്കാരെ വർക്കിംഗ് പറയാണ്. ചില ആൾക്കാർ ഭയങ്കര ടെക്നിക്കലായിരിക്കും, ചിലവർ റൈറ്റർ ഡയറക്ടേഴ്സ് വളരെ കുറവാണ്. ചിലർ റൈറ്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഡയറക്ടേഴ്സാണ് മിക്ക സംവിധായകന്മാരും. റൈറ്ററിനെ വെച്ചാൽ എഴുതി വെച്ച് അതേപോലെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലവർ അതിനെ അവിടെ വന്നിട്ട് ഇംപ്രവൈസ് ചെയ്യും. ചിലവർ നന്നായി പെർഫോമൻസ് എടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ചിലരൊന്നും പറഞ്ഞു തരില്ല, നമ്മളങ്ങ് ഫ്രീ ആയിട്ട് വിടും. അപ്പോൾ പല രീതിയിലാണ്. അപ്പം നമുക്ക് ഒരു സെറ്റിൽ ഫസ്റ്റ് ദിവസം പോകുമ്പോൾ തന്നെ നമുക്ക് കഥ കേട്ടു, ഫസ്റ്റ് ദിവസം പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ പാളിന്ന് നമുക്ക് രണ്ടാമത്തെ ദിവസം എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ചില സെറ്റുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫേറ്റ് നമുക്ക് അതിന് മുന്നേ തന്നെ മനസ്സിലാവും. ചിലർ നമ്മളെ നന്നായിട്ട് നൈസായിട്ട് വന്നിട്ട് പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ
ഫസ്റ്റ് ദിവസം തന്നെ വന്നിട്ട് പ്രാക്ടിക്കൽ ഒരു സെറ്റ് എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് പറഞ്ഞത്ര ഇല്ല എന്നുള്ളൊരു ധാരണ കിട്ടും. അപ്പം ഇതൊക്കെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രയൽ ആൻഡ് എറർ ആണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാളുടെ ആദ്യ സിനിമ മോശമായതുകൊണ്ട് അയാളുടെ രണ്ടാമത്തെ സിനിമ വീണ്ടും മോശമാണെന്നില്ല. ചിലപ്പോൾ രണ്ടാമത്തെ സിനിമ ഗംഭീര സിനിമയാണ്. രാജേഷ് പിള്ള ആദ്യത്തെ പഠനം വർക്ക് ചെയ്തതാ സൂക്ഷിക്കാൻ. അത് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്യണ പടം ട്രാഫിക്കാ. സൂപ്പർ ഹിറ്റ് അടിച്ചു. സൂപ്പർ ഹിറ്റ് അല്ല, അത് എഴുതിട്ടൊന്ന് കൈ അടിച്ച് പടം കഴിഞ്ഞപ്പോ അത് ആദ്യ അനുഭവമായിരുന്നു എനിക്കൊരു പടം കഴിയുന്നത്. ശരിയാണ്. ഒരിക്കലും രാജേഷ് പിള്ള അങ്ങനത്തെ ഒരു പടം ചെയ്ത് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, ഈ ദുർഗ എന്തായാലും കഥകൾ വായിക്കാറുണ്ട്. കഥകളല്ല, പുതിയ പാട്ടുകളും വേറെ ആളുകളുടെ വീഡിയോസും മ്യൂസിക് വീഡിയോസും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് അല്ലേ? അതേതാ? അലൻ പോക്കർ. ഇത് ആരാ? മലയാളത്തിലുള്ള അല്ല, ഏത് നാട്ടുകാരനാ? പറവൂർ. ബോബോ പോപ്പാ? ഏത് പറപ്പാപ്പ? ഞാൻ കഴിഞ്ഞിട്ട് കേൾപ്പിച്ചരാം. കളിക്കാണോ? എന്തായാലും ദുർഗ കഥകൾ വായിക്കാറുണ്ട്. അതുകൊണ്ടാണ് യാത്രയിലെ സബ്ജക്ട് പറഞ്ഞു തരാൻ കഴിഞ്ഞത്. അതെ അതെ. അല്ല, കേൾക്കാറുണ്ട്. അല്ല, ഞാൻ വായിക്കും. സ്ക്രിപ്റ്റ് മുഴുവനോ? ഞാൻ വായിക്കാറുണ്ട്. നല്ലതാ, വളരെ നല്ലതാ. അത് ഒരു പ്രാവശ്യം വായിക്കാറുള്ളൂ. 40 പ്രാവശ്യം വായിച്ച ഹാനൊക്കെ 40 പ്രാവശ്യം വായിക്കത്തുള്ളൂ സ്ക്രിപ്റ്റ്. ഞാനില്ല, ഞാൻ ഒരു തവണ വായിക്കും. അത് ഞാൻ ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഇവർക്ക് പഠിക്കാന്നുള്ള അയ്യോ, ഞാൻ വായിക്കുന്നത് ഡയലോഗ് എന്നിട്ട് മനസ്സിലാകുന്നില്ല. അല്ല, മനസ്സിലായി. ആരാണ് പറഞ്ഞത്? ബോധ്യമുണ്ട്. കൊച്ചല്ല, അത്യാവശ്യം നല്ല ഇന്റലിജന്റ്. അല്ലാതെ പറഞ്ഞില്ലല്ലോ. അല്ലാതെ ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അത്രയും തവണ വായിച്ചു. അതാ അവർക്ക് ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോ അത്ര ഇതോടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പടത്തിന് മുന്നേ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴേ അവര് വായിച്ച് അത് ഇത് വായിക്കുന്നത് ഇരുന്ന് ഇതിന്റെ ഡയലോഗ്സ് പഠിക്കാനല്ല. പക്ഷെ ഞാൻ ഡയലോഗ്സ് അവിടെ തെറ്റിക്കും ചിലപ്പോൾ വായിച്ച ആൾക്കാർക്ക്. കഥ കേട്ട് കഴിഞ്ഞാല് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ മൊത്തം സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞ് ഞാൻ വായിച്ച് ഞാൻ അതിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ഞാൻ നടത്തും. അങ്ങനെ എനിക്ക് എൻ്റെതായിട്ടുള്ള നമ്മുടെ മെത്തേഡ് ആക്ടിംഗ് എന്ന് പറയുന്നത് അത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോറി, ഞാൻ അങ്ങനെ ദേഷ്യപ്പിടിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ അല്ല, ഒരു കുട്ടികളൊക്കെ വായിക്കുന്നു സ്ക്രിപ്റ്റ്. നമ്മൾ മടിയന്മാരാണ്, നമ്മള് പണിയെടുക്കില്ല. ഇവർക്ക് എളുപ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എന്തായിരുന്നു എന്റെ സിനിമയുടെ ക്യാരക്ടർ പേര്. പക്ഷെ എന്താ അറിയാമോ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്കൊക്കെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞ ഒരാൾ വേണ്ടേ പറഞ്ഞു തരാൻ. എല്ലായ്പ്പോഴും ഡയറക്ടറോട് ചോദിക്കാൻ പറ്റില്ല. അവയുടെ അടുത്ത് പോയിട്ട് ആപ്പിൾ ചോദിക്കില്ല, അവയല്ലേ ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെയുള്ള കോ ആക്ടേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഡയറക്ടറിന്റെ അടുത്ത് പോയിട്ട് ഇതെന്താന്ന് ചോദിക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും ഇതേപോലെ എനിക്ക് ഇത് ഗുഡൽ ചെയ്യുമ്പോഴും ഞാൻ ഇതുപോലെ സംശയം ചോദിച്ചിട്ടില്ല ഒരുപാട്. എനിക്ക് ദുർഗ പറഞ്ഞാണ് കഥ പറഞ്ഞാണ് എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്താണ് രതീഷേട്ടൻ ആദ്യമായിട്ട് കഥ പറയുന്നത്. പക്ഷെ കഥ കേട്ടു ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ ഞാൻ സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അതെന്താന്ന് വെച്ചാൽ ഇദ്ദേഹം അതിന്റെ ഇടയിൽ ഒരുപാട് പടങ്ങൾ ചെയ്യും. ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് പടങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം ഇപ്പം ഷൈൻചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ കഥ കേൾക്കാൻ നിൽക്കില്ല. പറയണമെന്ന് പറയുകയാണെങ്കിലും ഞാൻ അത് കഴിയാൻ കാത്തിരിക്കും, ഒരിക്കലും കേൾക്കില്ല. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കഥകൾ കേൾക്കുവാണെങ്കിൽ തന്നെ കേൾക്കുള്ളൂ. പിന്നെ ഒരു കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പഠിക്കും. എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് അതിനകത്തുള്ള മറ്റു കഥാപാത്രങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ പഠിക്കും. എൻ്റെത് മാത്രമല്ല, ബാക്കി ആർട്ടിസ്റ്റുകളുടെ ബാക്കി ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും ഞാൻ പഠിക്കും. അവരും ഞാനും തമ്മിലുള്ള ബന്ധം, ആ ഒരു ഇമോഷൻ, എല്ലാ സാധനങ്ങളും ഞാൻ പഠിക്കും. അത് എങ്ങനെ വർക്കാവും, അല്ല അവരുമായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെ വർക്കാവും. എനിക്കൊരു ഡയറി ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്ത എല്ലാ സിനിമകളെ പറ്റിയിട്ട് ഞാൻ എഴുതും. എൻ്റെ ക്യാരക്ടർ, എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് ആ സിനിമയിൽ, ഇപ്പം അവരായിട്ടുള്ള ഒരു ഇമോഷണൽ, അതായത് നമ്മൾ എഴുതി വെക്കുന്ന കഥയിൽ ഇപ്പം ഞാനും ധ്യാനും തമ്മിലുള്ള റിലേഷൻ്റെ ഒരു ഡെപ്ത് എങ്ങനെയാണെന്നുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് മുമ്പ് അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് ധ്യാനിൻ്റെ അടുത്ത് അത്രയും ഡെപ്ത് വരാനുള്ള റീസൺസ് ഒക്കെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ എഴുതും. ആ ഡയറി വെച്ചിട്ട് ചില ദിവസം ഡയറക്ടർ ഷൂട്ട് ചെയ്യുക. ഉടലിനെ കുറിച്ച് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഉടലിൽ ഞാൻ ഷൈനി എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, ഷൈനിയുടെ, അതായത് ഷൈനിയുടെ കല്യാണം കഴിഞ്ഞൊരു കൊച്ചായത് മുതലാണ് ഷൈനിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ ഷൈനിയുടെ ചെറുപ്പകാലം മുതലുള്ള എനിക്കറിയാം, കാരണം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വേറൊരു കഥ എഴുതിയിട്ടുണ്ടോ? ഞാൻ അത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഷൈനിയുടെ ആ ഒരു ഇപ്പൊ ആ കഥാപാത്രത്തിന്റെ ബാക്കി ഇമോഷൻസും അവള് സ്വഭാവത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചുമ്മാ അതിന് പാസ്റ്റ് ഞാൻ എഴുതും. രാജീവേട്ടൻ എൻ്റെ അടുത്ത് അന്വേഷണത്തിന്റെ കഥ പറയുന്നത് ഗുണങ്ങളുണ്ട്. അത് വളരെ ഹെൽപ്പ് ചെയ്യും, ഭയങ്കര ഹെൽപ്പ് ചെയ്യും. രാജീവേട്ടൻ എൻ്റെ അടുത്ത് ആദ്യം അന്നറസുല്ല ക്യാരക്ടർ ചെയ്യാൻ വന്നപ്പോ
സിനിമയിൽ സംഭവിക്കുന്ന സീക്വൻസുകളെ കുറിച്ചല്ലേ പറഞ്ഞു. അബു എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തുന്നത്, അതുവരെയുള്ള കഥയെ പറഞ്ഞു. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഇപ്പം നമ്മളുടെ ഒരു മുത്തശ്ശി മരിച്ചിരിക്കുകയാണ്. അപ്പം മരിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പം ഈ സിനിമയിൽ ഈ കൊച്ചും ഈ മുത്തശ്ശിയും തമ്മിലുള്ള ക്യാരക്ടർ ചിലപ്പം വളരെ ഞാൻ വളർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം മരിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരയുന്നത്, ഒരാൾ മരിച്ചു, നമ്മുടെ വളരെ അടുപ്പമുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരയുമ്പം നമ്മൾ വളരെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഈ മുത്തശ്ശിയായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മൾ ആലോചിച്ചിട്ട് കരയും. പ്രസന്റ് ആയിട്ട് ഈ മുത്തശ്ശി ഇപ്പം ഇല്ലാലോ എന്നോർത്തിട്ട് കരയും. അതായത് മുത്തശ്ശി മരിച്ചു കഴിഞ്ഞു, ഇനി മുത്തശ്ശി ഇല്ല, ഇനി ഞാൻ എന്ത് ചെയ്യും മൂന്ന് തരത്തിൽ നമുക്ക് ഒരാൾ മരിക്കുമ്പോൾ വിഷമങ്ങൾ വരാം. അപ്പം ഇത് വരണമെങ്കിൽ എനിക്ക് ആ പാസ്റ്റുള്ള സാധനം മുത്തശ്ശിയായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഞാൻ ചുമ്മാ എഴുതും. എന്തുകൊണ്ട്? അപ്പം അതെനിക്ക് ഹെൽപ്പ് ചെയ്യും എന്നെ. മുത്തച്ഛൻ നീ നേരത്തെ പോയി കൊല്ലുന്നേനെ. ആക്ച്വലി ആ ഡയറി അടിച്ചു പറ്റിയ ഒരുപാട് ഡയറിയിൽ കഥകളുണ്ട് സിനിമയ്ക്കുള്ളത്. അങ്ങനെയില്ല, അതൊക്കെ എടുത്ത് പിന്നീട് വായിക്കുമ്പോ അല്ല ഇത്രയും ഡീപ്പായിട്ടൊന്നും നമ്മളൊന്നും ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല, സത്യം പറയാൻ ചെയ്തിട്ടില്ല. ഉണ്ടോ? ഇല്ല, എനിക്ക് രാജുവേടൻ പറഞ്ഞ അനുഭവമാണുള്ളത്. രാജുവേടൻ പറയും. പക്ഷെ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ആ ക്യാരക്ടറിലായിരുന്നു. അതാണ് പറഞ്ഞത്, അത് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ എനിക്ക് ഹെൽപ്പാ. പെട്ടെന്ന് എനിക്ക് എൻ്റെ ഡയറി ഞാൻ ഷൂട്ടിങ്ങിലും സമയത്തും ഞാൻ വെക്കാറുണ്ട് കയ്യിൽ. അപ്പോൾ എനിക്കിപ്പം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ എല്ലാ ക്യാരക്ടേഴ്സുമായിട്ടുള്ള കണക്ഷൻസും ഞാൻ എഴുതി വെക്കും അതിനകത്ത്. ഇപ്പം ഞാൻ അതുകൊണ്ടാണ് മറ്റു ക്യാരക്ടേഴ്സിനും ഞാൻ പഠിക്കുന്നത്, അവരായിട്ടുള്ള എൻ്റെ ഇമോഷൻസും ബന്ധവും ഒക്കെ ഞാൻ പഠിച്ചു വെക്കും. എന്നിട്ട് ഞാൻ അതിനൊക്കെ ഒരു പാസ്റ്റ് ഉണ്ടാക്കി വെക്കും. ഇപ്പം ഞാനൊരു നെഗറ്റീവ് റോളാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ എൻ്റെ ഉള്ളിൽ അതിനകത്ത് ഒരു പോസ്റ്റ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളൊരു സൈഡ് ഞാൻ മുമ്പത്തെ കാലം ഇത് കുറേ ഇത്തരം സാധനങ്ങളിലൂടെ ഞാൻ കടന്നു പോയത് കൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു വെക്കും. അപ്പം എനിക്ക് പെട്ടെന്നൊരു സീൻ വരുമ്പം ഞാൻ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഞാനും ധ്യാൻ ചേട്ടനോ അല്ലെങ്കിൽ ഞാനും ഷൈൻ ചേട്ടനോ ആയിട്ടുള്ളൊരു സീനാണ് ചെയ്യുന്നതെങ്കിൽ, എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണെങ്കിൽ ഞാനൊന്ന് മറിച്ച് നോക്കും, ആ ഭാഗങ്ങൾ ഞാൻ മറിച്ച് നോക്കും. ഞാൻ ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ട് അവരായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ എഴുതി വെക്കും. കഴിഞ്ഞാൽ മറിച്ച് നോക്കാറില്ല, പ്രീവിയസ് പേജ് നോക്കിയിട്ടില്ല. ഈ സിനിമയ്ക്ക് നീ അങ്ങനെ ചെയ്തു? പിന്നെ ഈ സിനിമയിൽ ഞാൻ എഴുതും. മോശമായിരിക്കും, കാരണം ഭയങ്കര മോശം ക്യാരക്ടറാണല്ലോ ഇതില്. അല്ല, അതെങ്ങനെയായി എന്നുള്ള എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് അതിൽ നിങ്ങളെ രാവണന്റെ ക്യാരക്ടറാണല്ലോ, രാവണനെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. അല്ല ഇത് ഒരു പുതിയ അറിവാണ് കേട്ടോ, തീർച്ചയായിട്ടും ഒരു പുതിയ അറിവാണ്. ഞാൻ ഇവർ അത്രയും പ്രൊഫഷണൽ. ഇത് എവിടെ നിന്നാണ് ഈ ഐഡിയാസ് കിട്ടിയത് ശരിക്കും? ഇതിന്റെ ഒരു മെത്തേഡ് ആണോ ആക്ച്വലി? ഇത് കൈൻഡ് ഓഫ് പല പൃഥ്വിന്റെ കൂടിയല്ലോ ആദ്യത്തെ പടം ചെയ്തത്. അയ്യോ, അതൊന്നും ഗ്രാജുവേറ്റിനായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സെറ്റിലൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ഐഡിയ കിട്ടുന്നല്ല, ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് കഥ പറയുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും ക്യാരക്ടേഴ്സ് ഒക്കെ, അപ്പൊ എഴുതി വെക്കാറുണ്ട്. പണ്ട് ഉണ്ടായിരുന്നു ഇവൻ ഇതേപോലെ ഒരു ഡയറിയിൽ കഥ പറയുന്ന സമയത്ത് തന്നെ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. എനിക്കറിയാമോ? പിന്നെ എനിക്ക് കുറച്ചു കാലം വരെ ഉണ്ടായിരുന്നു. മേ ബി പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യും. തട്ടത്തിന്റെ സമയത്തൊക്കെ ഈ ഒരു ബുക്കും കൊണ്ടാ വരിക, കാര്യമായിട്ട് എഴുതി വെക്കുമായിരുന്നു ഇതുപോലെ തന്നെ. പക്ഷെ ഇത് തുടർന്ന് ഇങ്ങനെ പോവാണ്. നല്ലതാണ്, അത് നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇവർ അത്രയും പ്രൊഫഷണൽ ആണ്. ഇതാണ് പ്രൊഫഷണൽ. നമ്മള് മടിയന്മാരായോണ്ട് എഴുതാൻ പോലും സമയമില്ലാത്തോണ്ട്, വായിക്കാൻ പോലും സമയമില്ല, അപ്പോഴല്ലേ എഴുതുക. അല്ല, ഞാൻ ഈ മൂവിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇക്കായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യണം. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ചില സാധനങ്ങൾ ഞാൻ ചോദിക്കും, മേ ബി അതുകൊണ്ട് ഇങ്ങനെ ആവില്ലേ എന്നൊക്കെ ചോദിക്കും. ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ. അപ്പോൾ അവരത് അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. എനിക്കത് മാറ്റുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പുസ്തകം ഇറക്കാവുന്നതാണ് കേട്ടോ, കഥകൾ എല്ലാം കൂടെ വെച്ച്. നമ്മുടെ അവരുടെ എക്സസൈസ് ഇറക്കാവുന്നതാണ്. ഡയറി ഒരിക്കലും അത് കൃത്യമായിട്ട് ഇറക്കാവുന്നതാണോ? ഞാൻ നോക്കിയിട്ട് പുള്ളി അടിച്ചു മാറ്റാൻ. അല്ല, ഇതൊരു പുതിയ അറിവാണ്. ഇപ്പൊ ഞാനും പറഞ്ഞ പോലെ അങ്ങനത്തെ എക്സസൈസും പരിപാടി ഇപ്പം പല ആക്ടേഴ്സ് ഇവിടെ എനിക്കൊന്ന് ടോവിയൊക്കെ എനിക്കൊന്ന് ആദിശക്തി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ തിയേറ്റർ മറ്റേ പോണ്ടിച്ചേരിയിൽ ഇപ്പൊ കുറെ പേര് ഓറവരില്ല പലരും വലിയ ആമിർ ഖാനൊക്കെ വന്നിട്ട് അവിടെ ഏതോ സിനിമയ്ക്ക് മുന്നേ അവിടെ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിലൊക്കെ അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽസ് അടക്കം അത്തരം ആമിർ ഖാനെ പോലത്തെ ആൾക്കാരടക്കം വന്നിട്ട് അത്തരം എക്സസൈസസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കത് ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര നമുക്ക് ഈസി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു നമ്മളുടെ പേജ് നമുക്കറിയാലോ എഴുതി വെച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലാവില്ല.
ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അതൊരു കഥ പോലെയല്ല. ഞാൻ നമ്മള് നമ്മുടെ മനസ്സിലുള്ള കാര്യം എഴുതി വെച്ചാൽ നമുക്ക് പൂർണ്ണ രൂപം നമുക്ക് കിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് കിട്ടും. ഞാൻ മിക്കയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ക്യാരക്ടർ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി എഴുതും എന്നുള്ളത്. അത് നല്ലൊരു ശീലമാണ്, തുടർന്നു പോകണം എന്നുള്ള കാര്യമാണ്. ഇതിൽ നല്ല പാട്ടുകളുണ്ട് അല്ലേ, നല്ല പാട്ടുകളുണ്ട്, നല്ല ലൊക്കേഷൻ. ദുബായിലാണ് ലൊക്കേഷൻ മൊത്തം. ദുബായിൽ ആരെയാണ് എപ്പോഴാണ് കാണാതെ പോയത് ഷൂട്ടിംഗ് സമയത്ത്? കാണാതെ പോയത് ആരെങ്കിലും? അത് കാണാതെ പോയവർക്ക് അറിയില്ലല്ലോ. എന്റെയാണോ? 3 പേർക്ക് സംശയം ഉണ്ടെങ്കിൽ 3 പേരും കാണാതെ പോയിട്ട് ചിലപ്പോ ഞാനായിരിക്കും കാണാതെ ആരും കാണാതെ പോയത്. നിഷാദ് പറയട്ടെ. കാണാതെ പോയാലും കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ ആ കാര്യത്തിൽ വളരെ പ്രൊഫഷണലാണ്. കാണാതെ പോവും, പക്ഷെ എവിടുന്നാന്ന് അറിയില്ല. ഇങ്ങനെ ശക്തിമാനൊക്കെ വരില്ലേ, അതുപോലെ ലാൻഡ് ചെയ്യും. കൃത്യമാണ്. കട്ട് പറഞ്ഞ കാണില്ല കുറച്ച് കാണല്ല, സമയത്തേക്ക്. പിന്നെ Action കാണില്ല. പറഞ്ഞാ അവിടെ ആക്ഷൻ വരുമ്പോ പ്രത്യക്ഷപ്പെടും, അദൃശ്യനാവും പെട്ടെന്ന്. ആ കാര്യത്തിൽ മാത്രമാണ് ഷൈനോട്. ചിലപ്പോ മരുഭൂമിയിൽ നമ്മൾ ചില സാധനങ്ങൾ വിഷ്വൽസ് അങ്ങനെ ഉണ്ടല്ലോ. അതെ മരുഭൂമിയിൽ എന്താണ് പറയാ, അതിന് മരീചിക. മരുഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു തരം വിഷ്വൽസ് അല്ല, മരീചികയല്ലേ അത്? ആ ചൂടിന്റെ അതൊക്കെ ചിലപ്പോ കാണാം, ചിലപ്പോ കാണില്ല. അതുപോലെ ആയിരിക്കും മരുഭൂമിയുടെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം. ഗംഭീര ഉദാഹരണത്തിന്റെ കാര്യത്തില് ഷൈൻ പഠിച്ച മറുപടി പറയുള്ളൂ. ഷൈൻ്റെ അടുത്ത് ഞാൻ തോൽക്കുന്നുണ്ട് എന്നും ഷൈൻ്റെ അടുത്ത് അല്ല, അത് കറക്റ്റ് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഇനി ഞാൻ മമ്മൂക്ക എന്താ പറയാ, തിരിച്ച് കണ്ണാടിയിലേക്ക് പരാജയങ്ങളുടെ ഒരു ഘോഷയാത്രയാ. അപ്പോഴും നമ്മൾ വിജയത്തിലേക്കാണ് പോകുന്നത്. എങ്ങോട്ട് എപ്പോ ഞാൻ വിട്ട് അല്ല പരാജയത്തിന്റെ കാശ് വിളിക്കല്ലേ കിട്ടണേ, വിളിക്കല്ലേ. ബുദ്ധി വേണം അതിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ബുദ്ധി പ്രവർത്തിച്ചാലേ പൈസ കിട്ടുള്ളൂ. നിങ്ങള് എന്റെ പരാജയവും എവിടെ വിജയിച്ചോർന്നു, എവിടെ കറക്റ്റ് കൗണ്ടർ വെച്ചത് ആ സമയത്ത്. ഞാൻ ഷൈനൊക്കെ എന്റെ കൂട്ടുകാരൻ എന്ന് പറയണേ. ദുർഗ മാത്രം ആ കാര്യത്തിൽ നമ്മളോട് നിന്ന്. അതാണ് ഈ കൗണ്ടർ അടിപ്പിക്കാൻ ശരിക്കും നമ്മൾ പറയല്ലേ മഹാഭാരതത്തിലെ ശകുനി. പേരും കിട്ടി, ട്രോളന്മാർക്ക് പേരും കിട്ടിയില്ല, സന്തോഷമായില്ലേ? അപ്പൊ ഈ പേര് വെച്ച് തുടങ്ങാം. അല്ലല്ലോ ഞാൻ പറയാം, ശകുനി ഇസ് വെരി ഇന്റലിജന്റ്. ശകുനി ഇടാൻ പറ്റില്ല. എന്താ സാബിത്ത്. അപ്പൊ എല്ലാവർക്കും അല്ല, എല്ലാവരും ഞാനൊരു സംസാര വിഷയമാണെന്നുണ്ടല്ലോ. തീർച്ചയായും അത് മതി എനിക്ക്. ഏത് രീതിക്കെന്നുള്ളതല്ല, ഞാൻ ഏത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലല്ല അതല്ലോ, അതാണ് ഒരാൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കണമല്ലോ. അവിടെ നിന്ന് എൻ്റെ ഒരു വിജയം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നമ്മളിത് അങ്ങനെ സംസാരിച്ചെടുപ്പിക്കുക എന്താന്നുള്ളത് അവർ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ ഇപ്പൊ സംസാരിച്ചെടുപ്പിക്കുക. ആർക്കും അറിയാത്ത കുറെ വിഷയങ്ങൾ ഇതിലൂടെ വന്നില്ല. ഇപ്പൊ ഡയറി എഴുത്ത്, അതൊക്കെ ഇങ്ങനെ സംസാരിപ്പിച്ചെടുക്കണം. തീർച്ചയായിട്ടും അച്ഛനുമായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ അല്ലേ, ഭയങ്കര നല്ല രസമുള്ള ഭയങ്കര അടിപൊളി ഇന്റർവ്യൂ. തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ പോയി. ഒരു 2 കാര്യം കൂടെ ചോദിച്ചൊന്ന് അവസാനിക്കാം. പുതിയ സിനിമ ഷൂട്ട് വന്നു, ഡബ് ചെയ്യാൻ പോയി, ഫോട്ടോഷോപ്പ് ചെയ്യില്ല, വൈറലായി. അതിന്റെ 2 മില്യൺ വ്യൂസ് എവിടെ അടിച്ചെന്ന് നമുക്ക് അടിച്ചിട്ടുണ്ട്. ഞാൻ ഓട്ടോ പോയില്ലായിരുന്ന കിട്ടുമായിരുന്നോ? കിട്ടില്ലായിരുന്നു. അത് നമ്മൾ പല പേജിലും അടിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഡബിങ് ഒക്കെ കഴിഞ്ഞു. എന്തു പറയുന്നു മൊത്തത്തിൽ? എന്ത് പറയുന്നത് നാട്ടുകാർ പറയണം. ഇറങ്ങി കഴിഞ്ഞിട്ട് ഏപ്രിൽ വിഷു റിലീസാണ്. എല്ലാവരും ഡബിങ് കഴിഞ്ഞോ? ഇല്ല ഇനി ഇപ്പൊ കൊച്ചിയിൽ അജു ബേസിലിന്റെ ഡബിങ് ഉണ്ട്, നീരജിന്റെ ഒക്കെ. അവിടെ നിബിനൊക്കെ അവിടെയാണ് ചെയ്തത്? അപ്പൊ അവിടെ ചെയ്തത്. അപ്പുവിന് പിന്നെ കിട്ടിയോ? ഡബിങ് കഴിഞ്ഞിട്ട് പിന്നെ പോയി കാണും? അല്ല, അപ്പൊ ഇന്ന് യാത്ര പോയി. ഇന്ന് യാത്ര തുടങ്ങി അല്ലേ? അപ്പൊ വേറൊരു ക്യാരക്ടറാണ് അല്ലേ?
എല്ലാവർക്കും അറിയാവുന്ന പുള്ളിയുടെ ലൈഫും പരിപാടിയും. നിങ്ങൾ രണ്ടുപേരും അവിടെ ഏറ്റവും കൂട്ടുകെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ അതെന്താണ് അത്ര നിങ്ങൾ തമ്മിൽ ഒരു വലിയ കൂട്ടുകെട്ട് വരാൻ? ഞാനും അപ്പുവാണ് അവിടെ എപ്പോഴും കൂട്ടുകെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ചില അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായി. ഞാൻ അപ്പൂന് ചെറുപ്പത്തിലൊന്നും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പല ലാൽ സാറിന്റെ ആലങ്ങളിലൊക്കെ ബർത്ത്ഡേ പാർട്ടികളും അങ്ങനെ അവിടുത്തെ കിറ്റി പാർട്ടികൾക്കിടയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. ഈ സെറ്റിലാണ് നമ്മൾ അധികം അടുത്തറിയുന്നതൊക്കെ. നമ്മൾ എന്താ പറയണ്ട, ഭയങ്കര നല്ല നല്ല ഹ്യൂമൻ ബീയിങ്ങാ, നല്ല മനുഷ്യനാ. അങ്ങനെ ഒരു അടുപ്പം നമുക്ക് തോന്നും. എല്ലാവരോടും പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരാൾ ഭയങ്കര ഭയങ്കര ജെന്റിൽമാൻ. സൈലന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ കൂട്ടത്തിൽ ഭീകരനാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ചില ആൾക്കാർ, ഭയങ്കര വാംത്ത് തോന്നുമല്ലോ നമുക്ക് ചില ആൾക്കാരോട്. അങ്ങനെ സ്നേഹം തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി. അങ്ങനെയാണ് അപ്പോൾ അല്ലേ? എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. അയ്യർ ഇൻ അറേബ്യ. നമ്മൾ നേരത്തെ ഇട്ട പേര് തന്നെ മാറ്റി ദുബായ് എന്നായിരുന്നു. അത് അറേബ്യ ആക്കി. എം എ നിഷാദ് എവിടെയെങ്കിലും എന്തെങ്കിലും ട്രിക്കുകൾ കൊണ്ട് ഇട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം അങ്ങനത്തെ എന്തെങ്കിലും ട്രിക്കുകൾ കൊണ്ട് ഇടും. അത് ഷൈനയും ധ്യാനയും ഒരുമിച്ച് എടുപ്പിക്കാനും കൂടെ എം എ നിഷാദ് ആ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റോ എനിക്ക്? എന്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. വിശ്വാസം രക്ഷിക്കട്ടെ. മാത്രമല്ല നിൽക്കുകയാണ്. അതെ, അവരും ഒരുമിച്ച് കുറെ നാളുകൾക്ക് ശേഷം ചെയ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നു അവര് ഒരുമിച്ച് വന്നത് ഉമർലുലിന്റെ ഒരു പടത്തിൽ വന്നതിന് ശേഷം പിന്നെ ഒരുമിച്ച് വന്നില്ലായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒന്നിക്കുന്നത്. 46 താരങ്ങളെ വെച്ചിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. 41 അപ്പം 44 താരങ്ങൾ. ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളെക്കാളും കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന സത്യം പറഞ്ഞ ഒരു ചേച്ചി മുകേഷ് ഉണ്ടൊക്കെ അവരിന്ന് അവൈലബിൾ അല്ലാത്തത് കൊണ്ടും. ഈ ധ്യാൻ ഓഡിയോ ലോഞ്ചിന് പോയില്ലായിരുന്നു? ട്രിവാൻഡ്രത്ത് ആ സമയത്ത് ഡബിലായിരുന്നു. ദുർഗം ഉണ്ടായിരുന്നല്ലോ അവിടെ. ഉർവശി ചേച്ചി ഷൈന സ്റ്റേജിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു അമ്മ എന്ന വാത്സല്യത്തോടെ സംസാരിക്കുന്നത് ഭയങ്കര രീതിക്ക് സംസാരമായിട്ടുണ്ട്. അത് ധ്യാൻ കണ്ടായിരുന്നോ? അല്ലാതെ സെറ്റിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം കഴിപ്പിക്കലും. കാരണം ഭക്ഷണമൊന്നും കഴിക്കില്ലായിരുന്നു ആ സമയത്ത്. ലൊക്കേഷനിൽ മരുഭൂമിക്കുള്ളിൽ നിന്ന് പെട്ടെന്ന് പൊട്ടി മുളച്ചു ഫുഡ് കൊടുക്കാനാണെങ്കിലും ജാൻ ചേട്ടനെ ശാസിക്കാനാണെങ്കിലും ശാസിക്കാനാണെങ്കിലൊക്കെ ചേച്ചിക്ക് ചേച്ചിയുടെ ഒരു പെറ്റായിരുന്നു. സെറ്റിലും അങ്ങനെ തന്നെ. നിങ്ങൾ സ്റ്റേജ് കണ്ടു തന്നെയായിരുന്നു ഞങ്ങൾ അവിടെ സെറ്റിൽ. രണ്ടുപേരെയും എടുത്തോളൂ അല്ലേ?